സൂക്ഷിക്കട്ടെ, ഒരു പെൺകുട്ടി കരയണ്ട അവിടെ അതിനിടയ്ക്ക്. ഹലോ, ഓ പറ, എന്താണ് പറഞ്ഞോ? ലിറിക്സ് മതി. നാഞ്ഞു പിടിക്കപ്പോ പറഞ്ഞോ. ഓക്കെ ഓക്കെ, അപ്പൊ മിമിക്സ്. ഓക്കെ, അപ്പോ നിങ്ങൾക്കായിട്ട് ഒരു അടിപൊളി സ്കിറ്റ് കാണാം. അതുപോലെ തന്നെ വനിതകൾ പീഡനം നേരിടുകയാണെങ്കിൽ ഏറ്റവും കൂടുതൽ പീഡനം നേരിട്ട വ്യക്തിയല്ല, പീഡനം നേരിട്ട വ്യക്തി എന്നല്ല, വ്യക്തികളെ പരിപോഷിപ്പിക്കുന്നതിന് വേണ്ടി ശക്തമായി പോരാടുന്ന താരകം ആരെന്ന് ചോദിച്ചാൽ വനിതാ കമ്മീഷൻ ചെയർപേഴ്സണായ മിസ് കോമളകുമാരിയാണെന്ന് ഞാൻ ഉറക്കെ പറയും. മിസ് കോമളകുമാരി, മിസ് കോമളകുമാരി എന്തായാലും മിസ് കോമളകുമാരി ഇവിടെ വനിതകളുടെ കാര്യം നോക്കുന്ന കോമളകുമാരി ഇവിടെ അങ്ങാ പോകുന്നത്. എന്തായാലും മിസ് കോമളകുമാരിയും ബഹുമാനപ്പെട്ട പഞ്ചായത്ത് പ്രസിഡന്റും ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നമുക്ക് ചടങ്ങുകളിലേക്ക് കടക്കാനുള്ള അവസരം ആരംഭിക്കുകയാണ്. എന്താ മോളെ, എന്താ പാട്ട് പാടാൻ മോളെ? ബാക്ക് ചെന്നിരുന്നേ, കസേരയിട്ടില്ല, ബാക്ക് ചെന്നിട്ട് പാട്ട് പാടാന്ന് വിളിച്ചിട്ട് പഞ്ചായത്ത് പ്രസിഡന്റ് മോളിലേക്ക് ഇറങ്ങിയിരിക്കും, ഒരു മീറ്റിംഗ് നടക്കുമ്പോൾ. എന്തായാലും പ്രിയമുള്ളവരെ, നമ്മളിവിടെ യോഗം ആരംഭിക്കാൻ പോവുകയാണ്. സ്ത്രീ പീഡനം എങ്ങനെ തടയാമെന്നുള്ള സെമിനാർ ആരംഭിക്കാൻ പോവുകയാണ്. ആദ്യമായി ഈശ്വര പ്രാർത്ഥന പാടുന്നതിലേക്ക് കുമാരി ബേബി മഞ്ജിമയെ ക്ഷണിക്കുന്നു. ബേബി മഞ്ജിമ. അയ്യോ, മഞ്ജു വന്നിട്ടില്ല. മഞ്ജിമ വന്നിട്ടില്ല, മഞ്ജിമ പ്രസവത്തിന് പോയിരിക്കുകയാണ്. മഞ്ജിമ കൊച്ചുമായി ഈശ്വര പ്രാർത്ഥന മേഡം പാടിയ ശരിയാവില്ല. മേഡം പിന്നെ എന്തെങ്കിലും പാടും. മേഡം യമഹേ ബൈക്കെല്ലാം മേഡത്തിന്റെ ഓരോരോ കാര്യങ്ങളെ നമുക്ക് എന്തായാലും നമ്മുടെ ചർച്ച ആരംഭിക്കാം. നമ്മുടെ ഗ്രാമത്തിന്റെ ഏത് ആവശ്യമുണ്ടായെങ്കിലും ഓടിയെത്തുന്ന നമ്മുടെ ബഹുമാനപ്പെട്ട, നമ്മുടെ ആരാധനായ, നമുക്ക് പ്രിയപ്പെട്ട നമ്മുടെ ഗ്രാമപഞ്ചായത്തിന്റെ പ്രസിഡന്റ് ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്. അദ്ദേഹം എന്ന് പറയുമ്പോൾ റഷ്യയിലും ഇറ്റലിയും നടക്കുന്ന ആവശ്യങ്ങൾക്കല്ല, നമ്മുടെ ഗ്രാമത്തിന് വേണ്ടിയാണ് പോരാടുന്നത്. അദ്ദേഹത്തെ രണ്ടു വാക്ക് സംസാരിക്കുന്നതിലേക്ക് ഞാൻ വേദിയിലേക്ക് ക്ഷണിക്കുന്നതിന് മുമ്പ് 2 ഗ്ലാസ് വെള്ളം കുടിച്ചോട്ടെ. എത്ര നേരമായി വായി തളയ്ക്കുന്നു. പ്രിയമുള്ളവരെ, നമ്മുടെ ഗ്രാമപഞ്ചായത്തിന്റെ പ്രസിഡന്റ് എന്ന് പറയുമ്പോൾ നമ്മുടെ രാജ്യത്തിന് വേണ്ട, നമ്മുടെ പഞ്ചായത്തിന് വേണ്ടി എന്താവശ്യമുണ്ടായാലും രാവിലെ തന്നെ ഓട്ടോ പിടിച്ച് വീട്ടിലെത്തുന്ന നമ്മുടെ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റിനെ ഞാൻ നിങ്ങൾക്ക് മുന്നിൽ 2 വാക്ക് സംസാരിക്കുന്നതിന് ക്ഷണിക്കുന്നതിന് മുമ്പ് മന്ത്രി വന്നോ നോക്കിയിട്ട് എത്തിയിട്ടില്ല. മന്ത്രി ഇവിടെ എത്തിച്ചേർന്നിട്ടില്ല. മന്ത്രി ഉടനെ തന്നെ എത്തിച്ചേരും. നമ്മുടെ ഗ്രാമത്തിന്റെ ഏതാവശ്യം ഉണ്ടായിരുന്നാലും നമ്മുടെ ശക്തമായി പോരാടുന്ന ഗ്രാമപഞ്ചായത്തിന്റെ പ്രസിഡന്റ് ഇവിടെ എത്തിച്ചേരും. വീണ്ടും വന്നാ നീ എന്റെ പൊന്നു കൊച്ചെ അവിടെ ചെന്നിരി പാടാ പറഞ്ഞിട്ട് വേറെ അവിടെ ചെല്ലി കൊച്ചെ. എന്റെ പൊന്നി പഞ്ചായത്ത് പ്രസിഡന്റ് മോൾ അവിടെ നമ്മുടെ ബഹുമാനപ്പെട്ട ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഇവിടെ ഇരിക്കുകയാണ്. നമ്മുടെ ബഹുമാനപ്പെട്ട ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഇവിടെ ഇരിക്കുകയാണ്. അദ്ദേഹത്തെ പ്രിയമുള്ള നാട്ടുകാരെ, എനിക്ക് 2 വാക്കുകളെ സംസാരിക്കാവുള്ളൂ. മന്ത്രി എത്തിയെന്ന് നമസ്തേ. ഇതെന്ത് കാലിൻ്റെയിലാണോ? അവസാനം ഒരു വെടി പൊട്ടിയത് വെടി സെമിനാറാണോ അതോ ആണോ? എന്നിട്ട് എത്രയും ഒച്ചയും പോകണോ? പിന്നെ എന്തൊക്കെയുണ്ട് സ്ത്രീ പീഡന സെമിനാർ നടത്താൻ വേണ്ടി ഉദ്ദേശിക്കുന്നത്? അപ്പൊ ഈ സ്ത്രീകളുടെ പീഡനം നേരിട്ട ഒരു വ്യക്തി ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്. ആ വ്യക്തി ഞാൻ വിളിക്കട്ടെ. അതായത് ഒരു പീഡനം നേരിട്ട ഒരു കുട്ടി ഇവിടെ നിങ്ങളെ മുഖം കാണിക്കാൻ വേണ്ടി, മന്ത്രിയെ മുഖം കാണിക്കാൻ വേണ്ടി എത്തിയിട്ടുണ്ട്. മിസ് കോമളം, പീഡനകുമാരി മിസ് കോമളം. പീഡനം നേരിട്ട പെൺകുട്ടി മിസ് കോമളം. എന്തിനാ മോളെ കഴിയുന്നത്?
എന്താ കാര്യം ഒന്ന് പറയൂ. എന്താ കാര്യം? അയ്യേ അറിയാം, ഇപ്പൊ നമ്മൾ കണ്ടതല്ലേ, ഇപ്പൊ കണ്ടതല്ലേ. പറയൂ പറയൂ. പേര് പറഞ്ഞോളൂ, നമ്മൾ പരിചയപ്പെടാം. ഇങ്ങനെയൊക്കെ എന്നെ പരിചയപ്പെടുന്നത്. എന്റെ പേര് കല. കല, നല്ല പേര്. നോക്ക്, വേറെ പേരൊന്നുമില്ലേ? ചില പേര് ഉണ്ടല്ലോ. എന്താ? ചക്കര. ചക്കര. അപ്പോ ചരക്ക് ചക്കരേ, എന്താ നമുക്ക് പറയാനുള്ളത്? ഓ കഴിഞ്ഞ മാസം കുറെ ആൾക്കാർ വന്നുണ്ട്. എന്നെ പേടിപ്പിക്കാൻ വേണ്ടി 40 പേരെ പറഞ്ഞ് വിളിച്ചോണ്ട് പോയി. അയ്യേ, അത് വിശ്വാസവഞ്ചനയല്ലേ അങ്ങനെ ചെയ്യുന്നത്? അത് ആ കുട്ടി വിഷമിക്കണ്ട. ഇതിപ്പോ ഒരു വലിയ തലവേദനയായി മാറിയിരിക്കുള്ളൂ. ഇപ്പൊ ഞങ്ങൾ തന്നെ കാര്യം പറയുള്ളൂ. നിയമസഭയിൽ ചർച്ച ചെയ്ത് ഇതിനൊരു പരിഹാരം ഉണ്ടാക്കണം. അത് തന്നെയല്ലേ പറഞ്ഞത്, നമ്മൾ ഉണ്ടാക്കാം കേട്ടോ. അതായത് ഇപ്പൊ ഞങ്ങളിപ്പോ കേന്ദ്രത്തിൽ തന്നെ ഇവിടെ ദുരിതാശ്വാസമൊക്കെ ചോദിക്കുമല്ലോ. അപ്പൊ നമ്മൾ 4 കോടി ചോദിച്ചാൽ 3.25 എന്നെ തരത്തുള്ളൂ. അപ്പൊ ഇതുപോലെ എല്ലാ കാര്യത്തിലും ഉണ്ട് ഈ കുറവ്. നമ്മളിത് മന്ത്രിസഭയിൽ ചർച്ച ചെയ്ത് ഇതിന് പരിഹാരം ഉണ്ടാക്കാം. പോകുമ്പോ സെൽഫോൺ നമ്പർ തന്നിട്ട് പോണേ. ഈ ചെറുക്കനുണ്ടല്ലോ ഇവിടെ നിറച്ചു കിടാൻ വീട്ടിലെ അമ്മമാരൊക്കെ ഇങ്ങനെ നിൽക്കുന്ന ഒരു അവസരമാണോ നമ്മൾ വാങ്ങിക്കുന്നത്? ഡയറക്ടർ ഫോൺ നമ്പർ. അതൊന്നും വേണ്ട കേട്ടോ. നമുക്ക് കാര്യങ്ങൾ അന്വേഷിച്ച് പരിഹാരം ഉണ്ടാക്കാം. സാർ ചെയ്യേണ്ടത് പറഞ്ഞാല് ഈ സ്ത്രീ പീഡനം എങ്ങനെ തടയാം എന്നുള്ളതിന് സാർ എന്തെങ്കിലും തെളിവ് കാണിക്കുന്നു. സ്ത്രീ പീഡനം അവിടെ നടക്കുന്നു. സാർ എങ്ങനെയാണ്? അതെ, അത് ഈ വനിതാ മെമ്പർക്കറിയാം. നമ്മളിങ്ങനെ നടന്ന് എല്ലായിടത്തും നടക്കുന്ന സ്ത്രീകൾക്ക് നേരെ ഉണ്ടാകുന്ന ഈ കടന്നാക്രമണത്തെ എങ്ങനെ ചെറുക്കണമെന്ന് നിരന്തരമായി ചർച്ചകളും സെമിനാറുകളും സംഘടിപ്പിച്ച് അവരെ ബോധവൽക്കരിച്ചു കൊണ്ടിരിക്കുകയാണ്. എനിക്ക് പെണ്ണുങ്ങൾക്ക് പറയാനുള്ളത്, ബഹുമാനപ്പെട്ട വനിതാ കമ്മീഷൻ ചെയർപേഴ്സണോട് പറയാനുള്ളത്, നിങ്ങൾ സ്ത്രീകളോട് പറയേണ്ട ഒരു കാര്യമേ ഉള്ളൂ. ഇതിപ്പോ കൂടുതലും നടന്നു വരുന്നത് എവിടെയാണ് സ്ത്രീകൾക്ക് ബുദ്ധിമുട്ടുണ്ടാകുന്നത്? ആൾക്കൂട്ടത്തിൽ, അതല്ലെങ്കിൽ ബസ്, ഇങ്ങനെയുള്ള തിരക്ക് പിടിച്ച സ്ഥലങ്ങളിലാണ് സ്ത്രീകൾക്ക് ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ട് പുരുഷന്മാരിൽ നിന്ന് നേരിടേണ്ടി വരുന്നത്. അതിന് നമ്മൾ ചെയ്യേണ്ട വളരെ ലളിതമായ ഒരു ഉപാധിയേ ഉള്ളൂ. വളരെ ലളിതമായിട്ട് ഒരു ബ്ലേഡ് വാങ്ങിക്കുക. ഒന്ന് പോടോ ബ്ലേഡ് കാട്ടി പഠിപ്പിക്കുന്നു. ഒരു കുറഞ്ഞ ബ്ലേഡ് വാങ്ങിച്ച് അതിന് 2ആയിട്ട് ഓടിക്കണം. ചെലവ് ചുരുക്കലിന്റെ ഭാഗമാണിത്. ഒന്ന് അടുത്ത വണ്ടിക്ക് കൊടുക്കണം. അങ്ങനെ ഞങ്ങൾ സഹകരിച്ചത് 2 പേരുടെ ഇടയ്ക്ക് ഇങ്ങനെ തിരുമ്പി പിടിക്കണം. പിടിപ്പിച്ചിട്ട് തിരക്കുള്ളവർക്ക് വിഷയ പൂവാലന്മാര് വന്ന ഇങ്ങോട്ട് തിരിഞ്ഞു നിന്ന് ഒരൊറ്റ കീറ്, അവന്റെ മുതുകൊക്കെ ഒറ്റ കീറ് വരും, രക്തം വരും, വന്നോട്ടെ. പക്ഷെ ഇവര് കാല് മാറാൻ പറ്റത്തില്ല. ഇവരെ കൈയോടൊക്കെ പിടികൂടാൻ എളുപ്പമാ. അങ്ങനെ ഒറ്റ കീണ്ടാവും. ചില ചന്ത പെണ്ണുങ്ങളെ കണക്ക് ഇങ്ങനെ താറ മാറായിട്ട് പോന്തിക്കളയുന്നത് ഇതുപോലെ